മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു, ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു, ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. All were amazed and all glorified God. എല്ലാവരും വിസ്മയിച്ചു, എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തി. വളരെ പരിചിതമായ ഒരു ഭാഗമാണ് ഈ ഭാഗത്ത് നിന്ന് ചില ചിന്തകൾ. എന്നാൽ അതിന് മുൻപ് തന്നെ യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ താൻ പ്രവർത്തിച്ചിരുന്ന ഇടങ്ങളെക്കുറിച്ചൊന്ന് പരാമർശിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഈ വായനാ ഭാഗം ഒരു ഭവനത്തിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ചൊക്കെയാണ്. യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ ഭവന സന്ദർശനം നടത്തിയിരുന്ന ഒരാളാണ്, നമുക്കറിയാം. ധാരാളം ഭവനങ്ങളിൽ യേശു കർത്താവ് കയറി ഇറങ്ങിയതായി വേദവസത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യേശു കർത്താവ് പള്ളിയിൽ, സിനഗോഗിൽ യേശു കർത്താവിന്റെ സാന്നിധ്യമൊക്കെ പല ഭാഗങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവൻ പള്ളിയിൽ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്നത്, വരണ്ട കൈയുള്ള മനുഷ്യനോട് നടുവിൽ നിൽക്കുക എന്ന് പറയുകയും അവരോട് കൈ നീട്ടുക എന്ന് പറയുകയും അവൻ സൗഖ്യമായി മടങ്ങിപ്പോവുകയും ചെയ്യുന്ന ഭാഗമാണ് അവിടെ കാണുന്നത്. അവൻ പള്ളിയിൽ, യേശു കർത്താവ് പള്ളിയിൽ, സിനഗോഗിൽ ചെന്ന ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ യേശു കർത്താവ് യെശയ്യാ പ്രവചനത്തിൽ നിന്ന് കോട്ട് ചെയ്ത് ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുന്നത് തുടങ്ങുന്നതായ ഭാഗം വായിക്കുന്നത് അവൻ പള്ളിയിൽ നിന്നാണ് വായിക്കുന്നത്. യേശു കർത്താവ് പലയിടങ്ങളിൽ, ദേവാലയങ്ങളിൽ, സിനഗോഗുകളിലൊക്കെ പോയതായിട്ടൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അത് സ്വാഭാവികമാണ്, നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് വലിയ പ്രയാസമില്ല. പള്ളിയിൽ ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് പ്രതീക്ഷിക്കുന്ന ഒരിടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പള്ളി ഭക്തന്മാരെന്നൊക്കെ പറയുന്നതിന് അത് അതിശയക്തിയില്ല. പള്ളിയിൽ ചെന്നാൽ നമ്മൾ ദൈവദൂതന്മാരെക്കാട്ടും നല്ല ഭക്തിയോടുകൂടെ ആയിരിക്കുന്നത്. പള്ളി എത്ര കണ്ട് ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കുന്ന ഒരിടമാണ് പള്ളി. യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ പള്ളിയിൽ തന്റെ ഇടപെടലുകൾ, അത് യെരുശലേം ദേവാലയം ശുദ്ധീകരിക്കുന്ന ആ ഒരു പ്രക്രിയയിലായിരിക്കാം, അല്ലെങ്കിൽ വചനം പ്രഘോഷിക്കുന്ന ഉപദേശിക്കുന്ന പ്രക്രിയയിലായിരിക്കാം, അല്ലെങ്കിൽ രോഗികളെ സൗഖ്യമാക്കുന്ന പ്രക്രിയയിലായിരിക്കാം. യേശു കർത്താവിന്റെ സാന്നിധ്യം തന്റെ പരസ്യ ശുശ്രൂഷയിൽ പള്ളികളിൽ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മറ്റു പൊതു ഇടങ്ങളിൽ യേശു കർത്താവിൻ കോമൺ സ്പേസ്, പൊതു ഇടങ്ങളിൽ, നാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലൊക്കെ ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ യേശു കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് ദർശിക്കാനായിട്ട് കഴിയും. ചന്തസ്ഥലത്ത് യേശു കർത്താവ് ഈ ചുങ്കപ്പെരുവുകാരനെയൊക്കെ ക്ഷണിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഒരു പൊതു ഇടത്തിൽ നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കാത്തൊരിടമാണ് ചന്തയിൽ ദൈവം എന്ന് പറഞ്ഞാൽ. ഭാഗ്യസ്മരണീയനായ ക്രിസ്തോസ്റ്റൻ തിരുമേനിയുടെ ഒരു പുസ്തകമാണ് ഗോഡ് ഇൻ മാർക്കറ്റ് പ്ലേസ്, ചർച്ച് ഇൻ മാർക്കറ്റ് പ്ലേസ്. സഭ ചന്തയിൽ, ദൈവം ചന്തയിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. പള്ളിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം. എന്നാൽ യേശു കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ തന്റെ ദൗത്യ നിർവഹണം ഒരു പൊതു ഇടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കടൽക്കരയിൽ എന്താണ് ഈ തച്ചനായ യോസഫിന്റെ മകനായ യേശുവിനെ എന്താണ് അവിടെ കാര്യം? എന്നാൽ യേശു കർത്താവ് കടൽക്കരയിൽ ചെയ്തതായിട്ട് പ്രവർത്തനങ്ങൾ നമ്മുടെ ശ്രദ്ധയിലൊക്കെ വരുമ്പോൾ ശിശുമാരെയൊക്കെ വിളിച്ച് വേർതിരിച്ച് കടൽക്കരയിൽ വെച്ചാണ്. മനുഷ്യപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതായിട്ട് സംഭവങ്ങൾ, വലിയൊരു പെരുത്ത മീൻകൂട്ടമാകപ്പെട്ടതായിട്ട് സംഭവങ്ങൾ, ഇതെല്ലാം കടൽക്കരയിൽ വെച്ചും കടലിലും കടൽക്കരയിലും ഒക്കെ യേശുവിന്റെ പ്രവർത്തനങ്ങൾ കാണാം. കടൽ മീതെ നടന്നു പോയ യേശുവിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് യേശു കർത്താവിന്റെ ആ വിധത്തിലുള്ള ഒരു ഇടപെടൽ വഴിയാത്രയിലൊക്കെ എത്രയോ സൗഖ്യമാക്കൽ പ്രക്രിയകൾ യേശു കർത്താവ് ഇങ്ങനെ നടന്നു പോകുമ്പോഴായിരുന്നു. ദാവീദുപുത്രാ, എന്നോട് കരുണ തോന്നണമെന്ന് ദുഷ്ടനായ മനുഷ്യൻ വിളിച്ചു പറയുന്നത് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ്. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് സക്കായിയോട് പറഞ്ഞത് ഇങ്ങനെ വഴിയിലൂടെ നടന്നു പോകുമ്പോഴാണ്. രക്തസ്രാവമുള്ള ഒരു സ്ത്രീ, അവൾ യേശു കർത്താവ് നടന്നു പോകുമ്പോൾ ഇതാ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടുന്നതായിട്ട്. കൂനിയായ ഒരു സ്ത്രീ യേശു കർത്താവിന്റെ വലിയൊരു ജനസമൂഹത്തിന്റെ മധ്യത്തിലൂടെ നടന്നു പോകുമ്പോഴാണ് യേശു കർത്താവ് അവരോടൊക്കെ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ വഴിയാത്രയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരിടമാണ് യേശുവിന്റെ സാന്നിധ്യം, ദൈവ സാന്നിധ്യം. വഴിയാത്രയിൽ ഒരു കുളക്കരയിൽ യേശുവിന്റെ സാന്നിധ്യം. 32 വർഷമായി കുളക്കരയിൽ കടന്നതായിരുന്നായിട്ടുള്ള രോഗിക്ക് സൗഖ്യമാക്കുന്നത് ബഥേസ്ദ കുളക്കരയിൽ യേശു കർത്താവ് ചെല്ലുമ്പോൾ യേശുവിന് എന്താ പോകാൻ കാര്യം കുളക്കരയിൽ? എന്നാൽ യേശുവിന്റെ സാന്നിധ്യം കുളക്കരയിൽ. ദേവാലയം എന്ന് പറയുമ്പോൾ തന്നെ ദൈവം വസിക്കുന്ന ഒരു മന്ദിരം. എന്നാൽ ദൈവം ദേവാലയത്തിൽ മാത്രമല്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിരുന്നാൽ നമ്മൾ എന്തുമാത്രം മാറ്റം വന്നേനെ. അതുകൊണ്ട് തന്നെ നമ്മൾ ദേവാലയത്തിലൊക്കെ നമ്മൾ വിശുദ്ധരായിരിക്കാം.
ഒരു കൊച്ചു കുട്ടിയോട്, ഈ കുട്ടിയുടെ മാതാപിതാക്കളൊക്കെ പള്ളിയിലൊക്കെ വളരെ താല്പര്യപൂർവ്വം പോകുന്ന മാതാപിതാക്കളായിരുന്നു. അമ്മ സേവികാ സംഘത്തിൻ്റെ മെമ്പറും അപ്പൻ കോയർ മെമ്പറും എഡോമിഷൻ സെക്രട്ടറി ഒക്കെ ആയിരുന്നെന്നാണ് എൻ്റെ വിചാരം. അവരിതെല്ലാം പോയി ഈ മാതാപിതാക്കളുടെ കയ്യിൽ പിടിച്ചുകൊണ്ടൊക്കെ പള്ളിയിൽ പോകുകയുണ്ടായിരുന്നു. പള്ളിയിൽ പോകുമ്പോൾ ഈ അച്ഛനെയൊക്കെ കാണുമ്പോൾ നല്ല അട്രാക്റ്റീവായുള്ള പേഴ്സണാലിറ്റിയാണ്, നല്ല സാമർഥ്യമുള്ള അച്ഛന്മാർ. അവർ വെസ്റ്റ്മെൻസ് ഒക്കെ ധരിച്ച് കുർബാന അനുഷ്ഠിക്കുമ്പോൾ, അവർ ധൂപഗതി വീശുമ്പോൾ, അവർ നല്ല പ്രസംഗങ്ങൾ നടത്തുമ്പോൾ, അവർ വീടുകളിൽ ചെല്ലുമ്പോൾ ലഭിക്കുന്ന സ്വീകാര്യതയൊക്കെ കണ്ടപ്പോൾ ഈ കൊച്ചു മോന് തോന്നി, പണ്ടത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ പിള്ളേർക്ക് തോന്നാറില്ല, ആ കൊച്ചു മോന് തോന്നി എനിക്കൊരു അച്ഛനാകണമെന്നൊരു ആഗ്രഹത്തിലൊക്കെ തോന്നി. അവനൊക്കെ കണ്ടപ്പോൾ ക്യാച്ചിങ് പേഴ്സണാലിറ്റി, അച്ഛൻ എന്തൊരു സ്വീകാര്യതയാണ്, എന്തൊരു സ്വാഗതമാണ് എല്ലാവർക്കും കിട്ടുന്നത്. അപ്പോൾ അവനൊരാഗ്രഹം പറഞ്ഞ് അമ്മയോട് പറഞ്ഞു. അമ്മ ആരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, സേവിയാസ് സെക്രട്ടറി. അപ്പൻ ആരാണെന്ന് പറഞ്ഞ എഡോമിഷൻ സെക്രട്ടറി പറഞ്ഞ പള്ളിയിൽ നിന്ന് ഇറങ്ങാതെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അമ്മ ഡോക്ടറാക്കണം, ഒത്തിരി ആഗ്രഹങ്ങളൊക്കെയാണ്. അവനങ്ങ് പോയി സുഖമായിട്ട് കിടന്നുറങ്ങി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത, അച്ഛനാകണം. അവൻ വീണ്ടും വന്ന് അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ അവനോട് പറഞ്ഞു, അവനെ നിന്നെ കൊണ്ട് സാധിക്കരുത്, ഇറ്റ്സ് ഇമ്പോസിബിൾ ഫോർ യു. വൈ? ഇതുവരെ വൈ ഒന്നും ചോദിച്ചില്ല, എന്താണെന്നൊന്നും ചോദിച്ചില്ല, കേട്ടിട്ടങ്ങ് പോയതേ ഉള്ളൂ. എന്നാൽ 3ാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ അമ്മയോട് ചോദിച്ചു, വൈ? എന്തുകൊണ്ടാണ് എനിക്ക് സുവിശേഷം ചെയ്യാൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് പട്ടക്കാരനാകാൻ കഴിയാതെ പോകുന്നത്? അപ്പോൾ അമ്മ ഒക്കെ ബുദ്ധിമതിയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, ഇംഗ്ലീഷ് ആഘോഷയോട് മനസ്സിലാകാൻ ശ്രമിക്കും. യു ഹാവ് ടു ബി ഓൾവേസ് ഹോളി in all ways of your life. You have to be always holy. എപ്പോഴും നീ വിശുദ്ധനായിരിക്കണം. In all ways of your life. നിന്റെ എല്ലാ വഴികളിലും നീ വിശുദ്ധനായിരിക്കണം എന്ന് പറഞ്ഞാൽ, നീ പന്ത് കളിക്കുമ്പോൾ, നീ കൂട്ടുകാരുടെ കളിക്കുമ്പോൾ, നീ സൈക്കിളിൽ ചവിട്ടുമ്പോൾ, നീ ചന്തയിൽ പോകുമ്പോൾ, നിന്റെ എല്ലാ ഇടങ്ങളിലും നീ വിശുദ്ധനായിരിക്കണം. ഇത് കൂടുതലുണ്ടോ വേണം കുട്ടിയെ പേടിപ്പിക്കാൻ. അവന് വിശുദ്ധിയെക്കുറിച്ച് ചില ധാരണകളൊക്കെ ഉണ്ട്. പള്ളിക്കകത്തുള്ള വിശുദ്ധി അവനധികം കണ്ടിട്ടുള്ളൂ. എല്ലാ ഇടങ്ങളിലും വിശുദ്ധരായിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ അല്പം പരിഭ്രാന്തനായി. എന്നാലും അവൻ ബുദ്ധിമാനാണ്. അവൻ പറഞ്ഞു, മമ്മി, ഐ വിൽ ബിക്കം എ ലോക്കൽ പാസ്റ്റർ. ഐ നീഡ് ടു ബി ലോക്കലി ഹോളി. ലോക്കലി ഹോളി. ഞാനൊരു ലോക്കൽ പാസ്റ്ററായി ലോക്കലി ഹോളി ആയിക്കോളാം. ഇന്ന് പലപ്പോഴൊക്കെ നമ്മൾ ഈ ലോക്കലി ഹോളിയാണ് എന്ന് പറഞ്ഞാൽ പള്ളിക്കകത്താണ് നമ്മുടെ ഭക്തി, നമ്മുടെ വിശുദ്ധിയൊക്കെ. പള്ളി അപ്പം അതൊക്കെ പോയി ഇടയോഗം വരുമ്പോൾ ആ വിശുദ്ധിയൊക്കെ പോകുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തും പറയാവുന്നതാണ് ഇടയോഗം എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഇന്നത്തെ കാലത്തൊക്കെ ഉണ്ട്. പണ്ട് പള്ളിക്കകത്തെങ്കിലും പറയാൻ മടിക്കുമായിരുന്നു എൻ്റെ വിചാരം. ലോക്കലി ഹോളി. ഭവനം വ്യത്യസ്തമാകാം, ജോലിസ്ഥലം വ്യത്യസ്തമാകാം, നമ്മുടെ പ്രവർത്തന മേഖല വ്യത്യസ്തമാകാം. അവിടെയൊന്നും ഹോളി ആയിരിക്കുക എന്നുള്ളത് പലപ്പോഴും നമ്മുടെ ഭാവനയിൽ ഉണ്ടാകില്ല. കാരണം എന്താണ്? അവിടെ ദൈവമുണ്ടെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നില്ലായിരിക്കാം. വേദോസം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, യേശു കർത്താവ് എല്ലായിടങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം. നമ്മളറിയാത്ത ഇടങ്ങളിലൊക്കെ ദൈവ സാന്നിധ്യം ഉണ്ട്. അത് നാം തിരിച്ചറിയുന്നുവെങ്കിൽ നമ്മുടെ വാക്കുകളിലൊക്കെ എന്ത് വ്യത്യാസം ഉണ്ടാകും, നമ്മുടെ ഭാവങ്ങളിലൊക്കെ എന്ത് വ്യത്യാസം ഉണ്ടാകും, നമ്മുടെ മനോഭാവങ്ങളിലൊക്കെ എന്ത് വ്യത്യാസം ഉണ്ടാകും, നമ്മുടെ ഇടപെടലുകളിലൊക്കെ എന്ത് വ്യത്യാസം ഉണ്ടാകും. ഈ ഒരു പുതിയ വർഷം ആരംഭിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട തിരിച്ചറിവ്, എൻ്റെ എല്ലാ വഴികളിലും എന്നെ കാണുന്നൊരു ദൈവമുണ്ട്. എൻ്റെ എല്ലാ വഴികളിലും എൻ്റെ കൂടെ ഇരിക്കുന്നൊരു ദൈവമുണ്ട്. അതാണ് ഇമ്മാനുവേൽ. ദൈവം നമ്മോടുകൂടെ. പള്ളിക്കകത്ത് മാത്രമല്ല, എൻ്റെ വേദനയിലും, എൻ്റെ ഭാരങ്ങളിലും, എൻ്റെ സന്തോഷങ്ങളിലും, എൻ്റെ സമൃദ്ധിയിലും, എൻ്റെ ദാരിദ്ര്യത്തിലും എന്നോട് കൂടെയുള്ളൊരു ദൈവം. ദൈവം നമ്മോടുകൂടെ എന്ന് തിരിച്ചറിയുവാൻ ഈ ഒരു പുതിയ വർഷം നമുക്ക് ആരംഭിക്കുമ്പോൾ ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ഞാൻ ഏർപ്പെടുന്ന എല്ലാ ഇടങ്ങളിലും ദൈവസാന്നിധ്യമുണ്ട്. ആ ഒരു ദൈവസാന്നിധ്യ ബോധത്തോടു കൂടി ആയിരിക്കാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത് the presence of God in all ways of our life. ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല ലോക്കലി ഹോളിയാകാൻ. എവിടെയെങ്കിലും ഒരിടത്ത് വിശുദ്ധരായിരിക്കാൻ അല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എല്ലാ വഴികളിലും വിശുദ്ധരെ പാലിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. കൺവെൻഷൻ പന്തലിലേതുപോലെ തന്നെ ചന്തസ്ഥലത്തുമായിരിക്കാൻ, പള്ളിക്കകത്തെ പോലെ തന്നെ ഞാൻ ജോലി ചെയ്യുന്നിടങ്ങളിലായിരിക്കാം. നമുക്ക് കഴിയണമെന്ന് എപ്പോഴാണ് ദൈവം എല്ലാ ഇടങ്ങളിലും ഉണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ്. അവിടെ എല്ലാ വഴികളിലും ദൈവസാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
ഇന്നത്തെ ഈ ടെക്സ്റ്റ് നമുക്ക് വളരെ പരിചിതമായ ഒരു ഭാഗമാണ്. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ പ്രകാരം വായിക്കുന്നത്, അതുകൊണ്ട് എല്ലാവരും വിസ്മയിച്ചു. ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തും. എല്ലാവരും വിസ്മയിച്ചു എന്ന് പറയുന്നത് ഒരു ഭവനത്തിൽ നടന്നൊരു സംഭവത്തിലൂടെയാണ്. നമ്മുടെ ഭവനങ്ങളിലൊക്കെ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഡയറി എഴുതുന്നവരെന്ന് തിരിച്ചു നോക്കിയാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ഡയറി എഴുതാതെ. രാവിലെ എഴുന്നേക്കുന്ന മുതൽ വൈകുന്നേരം വരെ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു എന്നുള്ളത് നമ്മുടെ സംഭാഷണമാകട്ടെ, നമ്മുടെ ഇടപെടലുകളാകട്ടെ, ഇതൊന്ന് കുറിച്ച് വെച്ചാൽ തിരിച്ച് ഒന്ന് മറിച്ച് നോക്കിയാൽ രസകരമായിരിക്കും. അതുകൊണ്ട് പലപ്പോഴും വീടിനകത്തൊരു ഈ CC ക്യാമറയൊക്കെ വെച്ച് നോക്കി വീടിനകത്ത് അല്ലേ, എല്ലാം റെക്കോർഡ് ചെയ്ത് നമ്മൾ പുറത്തേ വെക്കത്തില്ല, അകത്ത് വെച്ചിട്ട് പ്ലേ ചെയ്താൽ കുഴപ്പമാണ് അല്ലേ. വീടിനകത്ത് നടന്നൊരു സംഭവത്തിന്റെ പ്രതികരണം, ഒരു ഭവനത്തിനുള്ളിൽ നടന്നൊരു സംഭവത്തോടുള്ള സുവിശേഷന്റെ പ്രതികരണമാണ് ഓൾ വെയർ അമേസ്ഡ്. ഇത് കണ്ടെന്നും വേണമെങ്കിൽ പറയാം, ഇത് കണ്ടും ഇതുകൊണ്ടും ഓൾ വെയർ അമേസ്ഡ്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അതിപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കഥയായിട്ട് പറഞ്ഞാൽ വിചാരിക്കും ഇത് പറയാനാണോ ഇങ്ങോട്ട് വന്നത് അല്ലേ, അതുകൊണ്ട് പറയുന്നില്ല. ഓൾ വെയർ അമേസ്ഡ്. ഭവനത്തിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് സുവിശേഷൻ പറയുന്നത് എല്ലാവരും വിസ്മയിച്ചു. ഫിസിക്സ് പഠിക്കുമ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എന്ത് സംഭവിച്ചാലും അതിന് എന്തെങ്കിലുമൊക്കെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളോ ഫലങ്ങളോ ഉണ്ടാകാം. അതൊന്നും നമ്മൾ ചിന്തിച്ചു വരികയില്ല. വീട്ടിൽ നടക്കുന്ന ഏത് സംഭവങ്ങളും, വീടിനകത്ത് ഞാൻ പറഞ്ഞല്ലോ എന്തെല്ലാം സംഭാഷണങ്ങളും സംഭവങ്ങളും ഒക്കെ നമ്മുടെ വീടുകളിൽ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം എന്തെങ്കിലും പ്രത്യാഘാതങ്ങളുണ്ട് നമ്മൾ വിചാരിക്കാറുണ്ടോ? ചിലപ്പോൾ ഒരു കുട്ടിയുടെ സ്വഭാവത്തിലെ ചില വൈകൃതങ്ങൾ, ചില പ്രത്യേകതകൾ കാണുമ്പോൾ ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്തേക്ക് കുട്ടിയെ കൊണ്ടുപോകുമ്പോഴായിരിക്കും മനഃശാസ്ത്രജ്ഞൻ 2-3 സെഷനായിട്ട് ഈ കൗൺസിലിങ്ങിലൂടെ ഇടപെട്ട് കഴിയുമ്പോൾ ഈ കുട്ടിയുടെ 5ാമത്തെ വയസ്സിൽ ആ വീട്ടിൽ നടന്ന ചില സംഭവങ്ങളാണ് ഈ കുട്ടിയുടെ ജീവിതത്തിന്റെ ഈ പ്രത്യേക സ്വഭാവത്തിന് കാരണമായത് എന്ന് ചിലപ്പോൾ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു വന്നേക്കാം. അപ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്നത്, ശരിയാണല്ലോ, 5ാമത്തെ വയസ്സിൽ എൻ്റെ വീട്ടിൽ നടന്ന സംഭവം എന്തൊക്കെയാണെന്ന് മാതാപിതാക്കൾ ഓർത്തു വന്നേക്കാം. വർഷങ്ങൾക്ക് മുമ്പൊരു സംഭവമാണ്. എന്നാൽ അതിന്റെ പ്രത്യാഘാതം, അതിന്റെ ഇഫക്റ്റ് അറിയുന്നത് ഈ കുട്ടി 13 വയസ്സോ 15 വയസ്സോ ആകുമ്പോഴാണ് ഈ കുട്ടി അറിയുന്നത്. നമ്മുടെ ഭവനങ്ങളിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും. വാച്ച് യുവർ ആക്ഷൻസ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. വാച്ച് യുവർ ആക്ഷൻസ്. 4 വ്യക്തിക്കുള്ളിലാണ് എന്ന് വിചാരിച്ച്, 6 അറിയുന്നില്ല എന്ന് വിചാരിച്ച്, കുഞ്ഞുങ്ങൾ ചെറുതാണെന്ന് വിചാരിച്ച് നമ്മൾ ഇടപെടുന്ന ചില ഇടങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഭാവങ്ങൾ, നമ്മുടെ വിവിധങ്ങളായിട്ട് പ്രവർത്തന ശൈലി, ഇതൊക്കെ വളരെ നാം സൂക്ഷിക്കേണ്ടതായിട്ട്. വാച്ച് യുവർ ആക്ഷൻ അറ്റ് യുവർ ഹോം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നടന്നതായ ഈ ഒരു സംഭവത്തിലൂടെ എല്ലാവരും വിസ്മയിച്ചു. നമ്മുടെ ഭവനങ്ങളിലൊക്കെ നടക്കുന്ന ഓരോ സംഭവങ്ങളുടെയും അനന്തരഫലം വിസ്മയിക്കപ്പെടാൻ ഇടയാകുന്നതാണോ എന്ന് ചിന്തിക്കുന്നതെന്നായിരിക്കും. വിസ്മയം 2 വിധത്തിലാണ്. ഒന്ന് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. അമേസ്ഡ് എന്നുള്ളൊരു പോസിറ്റീവ് വാക്കാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരും വിസ്മയിച്ചു. അത് നല്ലത് കേട്ട് വിസ്മയിക്കുക എന്നുള്ള അതിൻ്റെ അർത്ഥം. നന്മയൊക്കെ കേട്ട്, നല്ല കാര്യങ്ങൾ കേട്ട് വിസ്മയിക്കുക. ഒരു വീട്ടിൽ എന്തെങ്കിലും ചിലപ്പോൾ ഒരു കുട്ടിക്ക് റാങ്ക് ലഭിച്ചെന്ന് വരട്ടെ, നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ, കുട്ടിയുടെ സാധാരണ കുട്ടിയാണെങ്കിൽ നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ വീടിൻ്റെ വെളിയിൽ കൂടെ എന്നും കോളേജിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 1ാം റാങ്ക് ലഭിച്ചു. ഓൾ വെയർ അമേസ്ഡ്. ഒരു പോസിറ്റീവാണ്. ആ കുട്ടി ഒരു നന്മയുണ്ടായി, അത് അമേസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതേസമയം തന്നെ അത്ഭുതം ഉളവാക്കുന്ന വേറെ ചില സംഭവങ്ങളൊക്കെ വീട്ടിലുണ്ടാകാം. വളരെ ശാന്തതയോടും സൗമ്യതയോടും ഭക്തിയോടും കൂടെ നടന്ന ഒരു പെൺകുട്ടി, സൺഡേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ഒരു സുപ്രഭാതത്തിൽ കേൾക്കുകയാണ്, തൻ്റേതല്ലാത്ത വിശ്വാസം ഉള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ കുടുംബജീവിതം നയിക്കാൻ ഇറങ്ങിപ്പോയി എന്ന് കേൾക്കുമ്പോൾ, സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു, യേശുവിനെ കുറിച്ചാണ് പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. നല്ല കോറസ് പിള്ളേരെ പാടി പഠിപ്പിക്കുമായിരുന്നു, പാഠമൊക്കെ വായിക്കുമായിരുന്നു. എന്നാൽ ഒരു സുപ്രഭാതം തലേ ദിവസവും ഞാൻ കോളേജ് ബാംഗ്ലൂരിൽ പഠിക്കുമ്പോൾ എന്നെ അതിശയിപ്പിച്ചൊരു സംഭവമാണ്. വളരെ സജീവമായ ഇടവകയിൽ മലയാളം പഠിച്ച്, ബാംഗ്ലൂരിലെ കുഞ്ഞുങ്ങളൊന്നും അധികം മലയാളം അറിയത്തില്ല, അവർ മലയാളം പഠിച്ച് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചൊരു കുട്ടിയാണ്. ഞായറാഴ്ചയും ഞാൻ ആ കുട്ടി പാഠം വായിക്കുന്നത് കേട്ടു. ഞായറാഴ്ച ആ കുട്ടി സൺഡേ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതൊക്കെ കണ്ടു. ഞാൻ വീട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം തിങ്കളാഴ്ച ഞാൻ കേട്ടൊരു വാർത്ത, ഇതര മതത്തിൽപ്പെട്ട ഒരു യുവാവിൻ്റെ കൂടെ അവൾ ജീവിക്കാനായിട്ട് പോയി. അതിലൊരു അത്ഭുതം ഉണ്ടാകും. അതിന് പക്ഷേ ഒരു നെഗറ്റീവ് നോട്ട്. എല്ലാവരും അതിശയിച്ചു. അയ്യോ അവളോ.
അപ്പോൾ ചില ഭവനങ്ങളിലൊക്കെ നടക്കുന്ന ചില സംഭവങ്ങളിലൂടെ ഒരു പോസിറ്റീവ്, അമേസിങ്, നല്ല സന്തോഷകരമായ ചില നമുക്ക് അത്ഭുതങ്ങളൊക്കെ ഉള്ളതായി എന്ന് വന്നേക്കാം. എന്നാൽ ചിലയിടങ്ങളിൽ നടക്കുന്ന ചില സംഭവങ്ങൾ നമ്മുടെ ലളിതമായ ഒരു വിശ്വാസത്തോടുള്ള ചേരായ്മ കാണിച്ച് ഉദാഹരണം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതിനെക്കാട്ടി എത്രയോ ഭയാനകമായ സംഭവങ്ങളാണ് ഓരോ വീടുകളിലും ചിലപ്പോൾ സംഭവിക്കുന്ന. നമ്മൾ വാർത്തയിലൂടെ കഴിയുമ്പോൾ എത്രയോ വാർത്തകൾ നമ്മളെ വിസ്മയിപ്പിക്കുന്നുണ്ടാവാം. നമ്മുടെ ഭവനങ്ങളിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളിലൂടെ ഇവിടെ പറയുന്നു, ഈ ഭവനത്തിൽ നടന്ന ഈ സംഭവത്തിലൂടെ എല്ലാവരും വിസ്മയിച്ചു. നമുക്ക് നമ്മളോട് തന്നെ ഇറ്റ്സ് എ ടൈം ഓഫ് ഇൻട്രോസ്പെക്ഷൻ. നമുക്ക് നമ്മളോടൊക്കെ ചോദിക്കാം, നമ്മുടെ ഭവനങ്ങളിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ, മാതാപിതാക്കൾ തമ്മിലുള്ള ഓരോ പ്രവർത്തന ശൈലി, ഇടപെടലുകൾ, അവരുടെ സംഭാഷണങ്ങൾ, അവിടെ നടക്കുന്ന സംഭവങ്ങൾ, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും കൂടെയുള്ള ഇടപെടലുകൾ, അവരോടുള്ള സംഭാഷണങ്ങൾ, അവരുടെ ഇടയിൽ ഉപയോഗിക്കുന്ന ഭാഷാ ശൈലികൾ, ഇതൊക്കെ നമുക്ക് ചിന്തിച്ചു നോക്കാം. അതൊക്കെ വിസ്മയം ഉളവാക്കത്തക്ക വിധത്തിൽ നല്ലതെന്ന് പറയാൻ ഇടയാകുന്നതാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ all were amazed, a positive amazed. എല്ലാവരും അത്ഭുതപ്പെട്ടു. ഈ ഭവനത്തിൽ നടന്ന സംഭവം കണ്ട് എല്ലാവരും വിസ്മയിച്ചു. 2, and all glorified God. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തി. ഈ ഭവനത്തിൽ നടന്ന ഈ സംഭവത്തെ കുറിച്ച് ജനങ്ങൾ കണ്ടപ്പോൾ, അവർ കേട്ടപ്പോൾ എല്ലാവരും വിസ്മയിച്ചു, എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തി. അത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഭവനത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളിലൂടെ അയൽപക്കക്കാർ ദൈവത്തെ മഹത്വപ്പെടുത്താനിടയാകും. നമ്മൾ പ്രൈസ് ഗ്ലോറിയൊക്കെ അല്ലെലിയൊക്കെ നമ്മൾ പറയും, എന്ത് കാട്ടിക്കൂട്ടിയിട്ട് അല്ലെലിയായും പ്രൈസ് ഗ്ലോറിയൊക്കെ നമ്മൾ പറയും. അയൽപക്കക്കാരൻ നമ്മുടെ കുടുംബത്തെ കണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്താനിടയാകുമോ? അയൽപക്കക്കാർ ദൈവത്തെ മഹത്വപ്പെടുത്താനിടയാകുമോ? നമ്മുടെ ഭവനത്തിൽ നടക്കുന്ന സംഭവങ്ങളിലൂടെ. ഞാനിത് പറയുമ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിൽ ധാരാളം കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ വരുന്നുണ്ടായിരിക്കാം. എൻ്റെ ഭവനത്തിൽ നടക്കുന്ന ഏതെങ്കിലും സംഭവങ്ങളിലൂടെ ജനം വളരെ സന്തോഷത്തോടെ വിസ്മയിക്കാൻ ഇടയാകുന്നുണ്ടോ? യേശു കർത്താവിൻ്റെ ജനനത്തോട് ചേർന്ന്, യോഹന്നാൻ സ്നാപകന്റെ ജനനത്തോട് ചേർന്ന് കർത്താവിൻ്റെ കൈ അവനോടുകൂടി ഉണ്ടായിരുന്നു പറഞ്ഞൊരു ബാല്യകാലത്തെക്കുറിച്ച് ഇതെല്ലാം കണ്ട് ജനങ്ങൾ ആശ്ചര്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് എലിസബത്ത് സെഖരിയാവ് ദമ്പതികളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ ഭവനങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മോട് തന്നെ ചോദിക്കാം, ദൈവമേ, എൻ്റെ ഭവനത്തിൽ ഞാനും എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞുങ്ങളും അടങ്ങി എൻ്റെ കുടുംബത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ ഓരോ സംഭവങ്ങളിലൂടെ ജനം സന്തോഷത്തോടെ വിസ്മയിക്കാനിടയാകുന്നുണ്ടോ? ജനം ദൈവത്തെ മഹത്വപ്പെടുത്താനിടയാകുന്നുണ്ടോ? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, ഞാൻ നിങ്ങളിത് കേൾക്കുമ്പോൾ എൻ്റെ നിങ്ങളുടെ ആഗ്രഹമൊക്കെ ഇതാണ്, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ എങ്ങനെയാണ് ഇത് സാധ്യമാക്കി തീരുന്നത്? 1 മുതൽ 12 വരെയുടെ വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാക്കാം. ഭവനം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു ഭവനം എന്ന് ഈ ഭാഗത്തിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് അല്പമായിട്ടൊന്ന് പരാമർശിക്കാമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ഭവനങ്ങൾ, ഈ ഭവനങ്ങളിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളിലൂടെ 2 റെസ്പോൺസസ് ഉണ്ടാകാം. 1 വിസ്മയം ഉളവാകും, 2 ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇത് നമുക്ക് സാധ്യമാകുന്നുണ്ടോ? സാധ്യമാകണമെങ്കിൽ ഈ ഭവനത്തിൻ്റെ പ്രത്യേകത എന്താണ്? 4 കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1, അതിലെ ആദ്യത്തെ 1-ാം ഭാഗത്ത് പറയുന്നുണ്ട്, 2-ാം അധ്യായത്തിൻ്റെ 1-ാം ഭാഗത്തിൽ അവൻ വീട്ടിലുണ്ട് എന്ന് ശ്രുതി ആയി. Everybody heard the presence of Christ. യേശു വീട്ടിലുണ്ട് എന്ന് ശ്രുതി നാടെങ്ങും പരന്നു. എന്ന് പറഞ്ഞാൽ ദൈവമുള്ള ഒരു ഭവനമാണെന്നുള്ള ശ്രുതി നാടെങ്ങും പരന്നു. Everybody heard the presence of Christ in that family. ദൈവമുള്ള ഒരു ഭവനത്തിൽ, ലളിതമായി പറയാം, ദൈവമുള്ള ഭവനത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തും. എല്ലാവരും ചുറ്റുപാടുമുള്ളവരറിഞ്ഞു. നമ്മൾ പലപ്പോഴും നമ്മുടെ ഭവനങ്ങൾ ദൈവം ഉണ്ടെന്ന് അറിയുന്നത് നമ്മുടെ വീട്ടുപേര് കൊണ്ടാണ്. വേദോസത്തിലെ മിക്കവാറും പേരിന് ഈ ഗേറ്റിൽ എഴുതി വെച്ചിരിക്കും. ബഥേലാകാം, സിയോനാകാം, ഹെർമോനാകാം, ഓറേബാകാം, ഇതെല്ലാം എഴുതി വെക്കും. അപ്പം 4 പോയാലും ഇത്, അല്ലെങ്കിൽ നല്ല മനോഹരമായൊരു കുരിശ് അവിടെ പോയാൽ ആരെങ്കിലും കാലത്ത് ഗേറ്റിലാകാം. പള്ളിക്ക് മാത്രമല്ല ഇപ്പോൾ ഗേറ്റിൽ കുരിശ്. വീടുകളിലൊക്കെ പണമുള്ളൊരു കുരിശും തൊട്ടി പോലും ഉണ്ടാക്കി വെക്കും വീടിന് മുമ്പിൽ. ഗോവയിലൊക്കെ ചെന്നാൽ വീടുകാർ എല്ലാ വീടിൻ്റെ മുമ്പിൽ ഓരോ കുരിശ് സ്ഥാപിച്ചിരിക്കുന്നതാകും. എല്ലാം ക്രിസ്ത്യാനികളാണ്. ബാക്കി വിശദാംശങ്ങളിലേക്ക് ഒന്നും കിടക്കണ്ട ഗോവയിലെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ അല്ലെങ്കിൽ മനോഹരമായ യേശു കർത്താവ് ഇങ്ങനെ ഇടയനായി നിൽക്കുന്ന ആടിനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നൊരു ഫോട്ടോ കാണും. അല്ലെങ്കിൽ ക്രൂസിഫൈഡ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ റിസർക്റ്റഡ് ക്രൈസ്റ്റ്. ഇതൊക്കെ എത്ര രൂപ കൊടുത്താലും വാങ്ങിക്കാൻ കിട്ടും.
ഏത് വിധത്തിലുള്ള ദൈവത്തെ വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അല്ലെങ്കിൽ വേണമെങ്കിൽ എഴുതി വെക്കാം, ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദിസ് ഹൗസ്, ദി അൺസീൻ ഗസ്റ്റ് അറ്റ് എവറി മീൽ, എ സൈലന്റ് ലിസണർ ടു എവറി കോൺവെർസേഷൻ. ഇതെല്ലാം ഓർക്കുന്നുണ്ടോ? വാങ്ങിച്ച് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് തൂക്കിയിടും. സൈലന്റ് ലിസണർ ടു എവറി കോൺവെർസേഷൻ. നമ്മുടെ സംഭാഷണങ്ങളുടെ എല്ലാം നിശബ്ദമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലിസണറാണ് ഈ വീട്ടിലുള്ളത്. ഹെഡ് ഓഫ് ദിസ് ഹൗസ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ആരാ ഹെഡ് എന്നുള്ള വാദഗതിയൊക്കെ ചിലപ്പോൾ വീട്ടിൽ നടക്കാറുണ്ട്. അത് എഴുതി വെച്ചോണ്ടാണ്, ജീസസ് ആണ് ഹെഡ് എന്ന് എഴുതി വെച്ചോണ്ടാണ് ചില ആർഗ്യുമെന്റ്സ് ഒക്കെ നടക്കുന്നത്. ഞാനാണോ ഹെഡ്, നീയാണോ ഹെഡ്? ദൈവം ഭവനത്തിലുള്ള എന്നുള്ള സ്തുതി. നമ്മൾ പാർക്കുന്ന ചുറ്റുപാടുകളിൽ അവർ നമ്മളെക്കുറിച്ച് പറയുമോ? ദൈവമുള്ളൊരു ഭവനമാണ്. ദൈവം ഞായറാഴ്ച ദിവസം ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന ഒരു ഭവനമാണെങ്കിൽ ചിലപ്പോൾ അത് ഒരു ദൃശ്യഭാവമാണ്. അയൽവക്കക്കാർ പറയും, ഈ ഞായറാഴ്ച ദിവസം ഇവരിവിടെ ഇല്ല, ഒരു പള്ളിയിൽ പോകും. ചിലർക്കൊക്കെ ഇത് അറിയുന്നതല്ല, കള്ളന്മാർക്ക് ആ ദിവസം തന്നെ മോഷണത്തിനല്ല, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നവരാകുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാം അല്ലേ? നമ്മുടെ ഭവനത്തിൽ ദൈവത്തെ ആരാധിക്കുന്നവരുടെ രാവിലെ പോയിട്ട് കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നൊരു നല്ല പതിവ് ഇന്ന് കൈമോശം വന്നിരിക്കുകയാണ്. എത്രയോ ഭവനങ്ങൾ ഇല്ലാതായി തീർന്നിരിക്കുകയാണ്. പല കാരണങ്ങളാണ്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദമാണ്. ഞാനിതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ജീവിച്ചിരുന്ന കാലങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടായിരുന്ന കുടുംബ പ്രാർത്ഥന ഇന്ന് സമയമില്ലാതായി തീർന്നിരിക്കുക. നമുക്കതിന് സമയമില്ലാതായി തീർന്നിരിക്കുക. കാരണം തന്നെ നമ്മൾ വളരെ സമൃദ്ധിയിലായി കഴിഞ്ഞിരിക്കുക. നമ്മൾ വളരെ തിരക്കിലാണ്. നമുക്കിന്ന് സമയമില്ലാതായി തീർന്നിരിക്കുക. നമ്മുടെ ഭവനത്തിൽ ദൈവബോധമുള്ളൊരു ഭവനമെന്ന്, ദൈവ സാന്നിധ്യമുള്ള ഭവനമെന്ന് മറ്റുള്ളവർ പറയുവാനായിട്ടിടയാകും. അത് അവർ പറയാനിടയാകേണ്ടത് അതിന് നല്ല ദൃശ്യഭാവങ്ങൾ, വിസിബിൾ എക്സ്പ്രഷൻസ് ഓഫ് അവർ ഫെയ്ത്ത്. അത് വേറൊരു വിഷയമാണ്, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. വിസിബിൾ എക്സ്പ്രഷൻസ് ഓഫ് അവർ ഫെയ്ത്ത്, വിസിബിൾ എക്സ്പ്രഷൻസ് ഓഫ് ഗോഡ്സ് പ്രസൻസ്. ദൈവ സാന്നിധ്യം ഭവനത്തിലുണ്ട് എന്നുള്ളതിന്റെ ദൃശ്യഭാവങ്ങൾ. അത് ചിലപ്പോൾ അയൽവക്കക്കാരന് ഒരു ആപത്തുണ്ടാകുമ്പോൾ എക്സ്റ്റെൻഡിങ് അവർ ഹാൻഡ്സ്, അവനൊരു കൈ നീട്ടി കൊടുക്കുമ്പോഴായിരിക്കാം അയൽവക്കക്കാരൻ പറയുന്നത്, ഞാൻ എൻ്റെ അയൽവക്കക്കാരിൽ എൻ്റെ ദൈവത്തെ കണ്ടു. അവൻ ആപത്തിലിരിക്കുമ്പോൾ, അവൻ ദാരിദ്ര്യത്തിലിരിക്കുമ്പോൾ, അവൻ വിശന്നിരിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നമ്മുടെ കലവറയിൽ നിന്ന്, നമ്മുടെ അടുക്കളയിൽ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം അവന് കൊടുക്കുമ്പോഴായിരിക്കും അയൽവക്കക്കാരൻ പറയുന്നത്, ഞാൻ ഈ ഭവനത്തിൽ ദൈവത്തെ കണ്ടു. യേശു പറയുന്നല്ലോ, ചെറിയൊരു ഒരുവന് ചെയ്യുക. അയൽവക്കക്കാരൻ്റെ വിശപ്പിലൂടെ നാം അല്പമെങ്കിലും മനസ്സിലേക്ക് കാണിക്കുമ്പോഴാണ് അയൽവക്കക്കാരൻ പറയുന്നത് ഇവിടെ ദൈവമുള്ള ഭവനമാണ്. കേവലം പള്ളിയിൽ വരുന്നതുകൊണ്ടായില്ല, പള്ളിയിൽ വന്ന് ക്രമമായി വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതുകൊണ്ടായില്ല, കൺവെൻഷനിൽ ക്രമമായി സംബന്ധിക്കുന്നുണ്ടായില്ല. എവരിബഡി ഹേർഡ് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ്. നമ്മുടെ ഭവനത്തിൽ ഒരു ഫോട്ടോ വെച്ചുകൊണ്ടായില്ല, കുറച്ച് വാക്യങ്ങൾ എഴുതി വെച്ചുകൊണ്ടായില്ല. നമ്മുടെ ചുറ്റുപാടുകൾ അറിയണം. വാട്ട് ഈസ് വിസിബിൾ, വാട്ട് ഈസ് ലോക്കൽ ഈസ് മോർ റിയൽ. നമ്മുടെ ഭവനത്തിൽ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് മറ്റുള്ളവർ കാണുമ്പോൾ അതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഡു മൈ നെയ്ബർ, എൻ്റെ അയൽവക്കക്കാരൻ എൻ്റെ ഭവനത്തെക്കുറിച്ച് ദൈവമുള്ള ഭവനം എന്ന് പറയുന്നത്. വലിയ ഭവനം എന്ന് പറഞ്ഞേക്കാം, 2 നില കെട്ടിടമെന്ന് പറഞ്ഞേക്കാം, വലിയ കൊട്ടാരതുല്യമായ വീടെന്ന് പറഞ്ഞേക്കാം, എല്ലാം വിദ്യാസമ്പന്നരെന്ന് പറഞ്ഞേക്കാം, എല്ലാം പറഞ്ഞേക്കാം. എന്നാൽ ഒരളവ് പോലായി നമുക്ക് സ്വീകരിക്കാം, എൻ്റെ ഭവനം ദൈവമുള്ള ഭവനമെന്ന് എൻ്റെ അയൽവക്കക്കാർ പറയും. ഒന്നാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഭവനത്തിൽ ദൈവമുണ്ട് എന്നുള്ള ശ്രുതി അയൽവക്കക്കാരിൽ അടക്കണം. നാടെങ്ങും പരന്നെന്നാണ് പറയുന്നത്. ഒരു പ്രദേശത്ത് ഒരു ഭവനം ദൈവമുള്ള ഭവനം ഉണ്ടെങ്കിൽ അത് നാടെങ്ങും പരക്കും. സൗരഭ്യവാസന പോലെ നാട്ടുകാരൊക്കെ അറിയും ഇവിടെ ദൈവം വസിക്കുന്ന ഒരു ഭവനമാണെന്നുള്ളത്. അവരുടെ കുടുംബജീവിതം, അവരുടെ സ്വഭാവം, അവരുടെ പെരുമാറ്റ രീതി, അവരുടെ ഇടപെടലുകൾ, അവരുടെ മനോഭാവങ്ങൾ, ഇതെല്ലാം അതിൻ്റെ ദൃശ്യഭാവങ്ങൾ. രണ്ടാമതായി ഈ ഭവനത്തിൻ്റെ ഒരു പ്രത്യേകത, there was an open door. അവിടെ തുറന്ന വാതിലുണ്ട്. there was an open door എന്ന് പറഞ്ഞാൽ എൻ്റെ കൺവെൻഷൻ കഴിഞ്ഞ് വീടെല്ലാം വാതിൽ തുറന്നിടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അടച്ചിട്ടാൽ തന്നെ കള്ളന്മാർ വന്നുകൊണ്ട് പോകുമ്പോൾ തുറന്നിട്ട കാര്യം പറയണം. തുറന്നിട്ടാലൊന്നും ഇല്ലെന്ന് വിചാരിക്കുമായിരിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ ഈ കബോർഡൊന്നും കൂട്ടാത്തത്. കാക്കമില്ലാതെ തന്നെ വെച്ചിട്ട് പൊട്ടവർ വിചാരിക്കും കൂട്ടാത്ത കബോർഡാണല്ലോ, അതിനകത്ത് കണ്ട് സ്വർണ്ണം ഇരിക്കുന്നത്. അങ്ങനെ അതിനെക്കാട്ടി ബുദ്ധിമാനം. അതൊക്കെ തുറക്കും. ഓപ്പൺ ഡോർ, തുറന്ന വാതിൽ എന്ന് പറഞ്ഞാൽ പിന്നെ വാതിൽ പോലും ഇടവില്ലാതെ വണ്ണം ആ വീട് ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. വാതിൽ പോലും ഇടമില്ലാതെ വണ്ണം
നമ്മളൊക്കെ വാതിലൊക്കെ തുറന്നിട്ടിരിക്കുക, പക്ഷെ ആരും വീഴ്ച പോലും കയറുന്നില്ലെന്ന് പറയുന്നത് ചിലപ്പോഴും അല്ലേ. ഞാനൊരു ഇടവപ്പെട്ടക്കാരനായി ഒരു ഇടവയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് ഇങ്ങനെ ഈ റോട്ട വെച്ചാണ് പ്രാർത്ഥനയൊക്കെ നടക്കുന്നത്. അപ്പം വിളിച്ചു പറയും, സാറേ ഇന്ന ദിവസം അവിടെ പ്രാർത്ഥന, ഓരോ ഞായറാഴ്ച മാറി മാറി ഓരോ വീട്ടിൽ വലിയവരൊന്നുമില്ല, ചെറിയവരൊന്നുമില്ല, ഒന്നുമില്ല. അപ്പോൾ പള്ളിയിലൊക്കെ പരസ്യം ചെയ്തു, ഒരു വീട്ടിൽ പ്രാർത്ഥന വെച്ചു. അപ്പോൾ വീട്ടുകാരൻ നല്ല സൗകര്യമുള്ളൊരു വീട്ടുകാരനാണ്. വീടൊക്കെ നല്ല മനോഹരമായി ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള, നല്ല ഫർണിഷ്ഡ് ആയിട്ടുള്ള, നല്ല വിശാലമായ ഗേറ്റൊക്കെയുള്ള നല്ല വലിയൊരു സമ്പന്നനായ മനുഷ്യൻ്റെ വീടാണ്. 2 ആഴ്ച പള്ളിയിലൊക്കെ പരസ്യം ചെയ്തു. അദ്ദേഹം പരസ്യമൊന്നും കേട്ടിട്ടില്ല. പള്ളി നമ്മുടെ അച്ഛൻ്റെ ജോലിയാണല്ലോ, വന്നാലും വന്നാലേ പരസ്യം ചെയ്യണമല്ലോ. പരസ്യമൊക്കെ ചെയ്തു. ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ആ വീട്ടിൽ ചെന്നു. വലിയൊരു ഇടവകയാണ്. ആ പ്രാർത്ഥന കൂട്ടത്തിൽ 50 വീട്ടുകാരെങ്കിലും ഉണ്ട്. 4 or 5 പേരാണ് ആ പ്രാർത്ഥനയ്ക്ക് വന്നത്. അദ്ദേഹം വലിയ ക്ഷുഭിതനായി. ഞാനിവിടെ പ്രാർത്ഥനയ്ക്ക് വെച്ചിട്ട് എത്ര പേര് ഈ വീട്ടിൽ വന്നു. ഞാൻ എല്ലാവർക്കും നല്ല നല്ല വിഭവങ്ങൾ ഒരുക്കി വെച്ചിരിക്കുകയാണ്, അത് കാപ്പ് കൊടുക്കാനൊക്കെ. ഞാൻ സാറിനോട് ചോദിച്ചു, സാർ എത്ര വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ട്? നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന വെക്കുമ്പോൾ ജനങ്ങളെല്ലാം വന്ന് നമ്മുടെ ആതിഥ്യം സ്വീകരിക്കണം, എൻ്റെ വീടിനകത്തെ അലങ്കാരങ്ങളൊക്കെ കാണണം, എൻ്റെ പ്രൗഢിയൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തുറന്ന വാതിലൊക്കെ ആയിരിക്കാം. പക്ഷെ അവിടെ തുറന്ന വാതിലായിരുന്നു എങ്കിൽ ആ വീട്ടിൽ ആളുണ്ടായെന്ന് എൻ്റെ വിചാരം. തുറന്ന വാതിലായെന്ന് പറഞ്ഞാൽ കേവലം ഗേറ്റ് തുറന്നിട്ടുകൊണ്ടായില്ല. നമ്മുടെ മനോഭാവം. നമ്മുടെ ഭവനങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇടമുള്ളൊരു ഭവനമാണോ? ആ കാലമൊക്കെ പോയിരിക്കുകയാണ്. ഒരു കാലത്ത് എന്ത് ആവശ്യം വന്നാലും അയൽപക്കത്തെ ഭവനത്തിലേക്ക് പോവുകയുള്ളായിരുന്നു. അയൽപക്കത്ത് ആരാണെന്ന് പോലും അറിയാൻ വയ്യാത്ത സാഹചര്യം ആയിക്കൊണ്ടിരിക്കുക. നമ്മളതുപോലെ തിരക്കുകളാണ്. ജെറുസലേം മറ്റുള്ളവരെ സ്വീകരിക്കുന്നൊരു ഭവനം, മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്നൊരു ഭവനം, മറ്റുള്ളവർക്ക് സ്വാഗതം എഴുതുന്ന ഒരു ഭവനം. ജെറുസലേം ഓപ്പൺ ഡോർ. അതിൻ്റെ ഓപ്പോസിറ്റാണ് ക്ലോസ്ഡ് ഡോർ എന്ന് പറയുന്നത്. അടഞ്ഞ വാതിലുകൾ. ചില വീടൊക്കെ അടഞ്ഞ വാതിലുകളാണ്. നമ്മൾ പറഞ്ഞതുപോലെ ആരും ആ ഭവനത്തിലേക്ക് പോവുകയില്ല. വീടൊക്കെ വലുതായിരിക്കാം, എല്ലാ സൗകര്യവും ഉണ്ടായിരിക്കാം. ആരും അത്യാവശ്യം വന്നാൽ പോലും അയൽപക്കത്തെ സമ്പന്നനായ അല്ലെ അയൽപക്കത്തെ വീട്, അത് സമ്പന്നനൊന്നുമില്ല, ആ വീട്ടിലേക്ക് പോകില്ല. കാരണം എന്നാ, ക്ലോസ്ഡ് ഡോർ. നമ്മളൊന്ന് സൗകര്യം വർദ്ധിച്ചപ്പോൾ നമ്മളെല്ലാം നമ്മുടെ കോമ്പൗണ്ട് പോലെ ഒതുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ 4 ഭിത്തിക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അയൽപക്കത്ത് ആരാണ്, ചുറ്റുപാടുകൾ ആരാണ്, ഇതൊക്കെ നമുക്കൊരു വിഷയമേ ഉണ്ട്. നമുക്ക് തുറന്ന വാക്കുകളുള്ള ഭവനങ്ങളാണ്. ആ വിശ്വാസമാണ് യൂണിഫൈങ് ഫാക്ടർ. ആ ഒരു വിശ്വാസമാണ് നമ്മളെല്ലാം ഒരുമിപ്പിക്കുന്നത്. ആ വിശ്വാസം വളരെ ഗൗരവമായി എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഇപ്രകാരമുള്ള വേദികളൊക്കെ സാധ്യമായി തീരുന്നത്. വ്യത്യസ്തകളൊക്കെ ഒരു ജീവിത യാഥാർത്ഥ്യമാണ്. എന്നാൽ ആ വ്യത്യസ്തതകളെയൊക്കെ യാഥാർത്ഥ്യമായി കണ്ടുകൊണ്ട് തന്നെ ഏതെല്ലാം വിധത്തിൽ നമുക്ക് ഒത്തൊരുമയോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശാലമായ ചിന്താഗതി. അതുമൂലമാണല്ലോ ഈ കൺവെൻഷൻ ഇവിടെ ആരംഭിച്ച് തുടർച്ചയായിട്ട് നടന്നു വരുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള അധ്വാനം, പ്രയത്നം, നല്ല സംഘാടക ശേഷി, അതൊക്കെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്നവർ മാത്രമല്ല, ഒരു വചന കേൾവിയിലൂടെ നമ്മൾ വചനം കേട്ട് സംതൃപ്തരായി പോകുക മാത്രമല്ല, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, ഒരു ഔട്ട്റീച്ച്, വിവിധ മിഷൻ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നമ്മുടെ യൂണിയൻ കൺവെൻഷൻ ഉണ്ട് എന്നുള്ളതും സന്തോഷകരമാണ്. കോട്ടയം വെച്ച് ഭദ്രാസനത്തിൽ തന്നെ മാമലക്കണ്ട മിഷൻ, അതുപോലെ തന്നെ CSI സഭയുടെ മലയോര മിഷൻ, ഈ മിഷൻ പ്രവർത്തനങ്ങൾ, അതുകൂടാതെയുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ. വചനം കേൾക്കുന്നത് നമ്മളുടെ ഒരു ആധ്യാത്മികമായ സംതൃപ്തിക്ക് വേണ്ടി മാത്രമല്ല, വചന കേൾവിയിലൂടെ നാം രൂപപ്പെടുമ്പോൾ ആ രൂപപ്പെടൽ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ വചനം കേൾക്കുന്നതിലൂടെ ദൈവത്തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ട് ദൗത്യ നിർവഹണത്തിൽ നാം പങ്കാളികളാകുമ്പോഴാണ് ഈ വചന കേൾവി അർത്ഥവത്തായി തീരുന്നത്. വചന കേൾവി ലോകത്തിന് അനുഗ്രഹമായി തീരും. അവിടെ ഒരു യൂണിയൻ കൺവെൻഷനിലൂടെയൊക്കെ ആ വിധത്തിലുള്ള ഒരു ദൗത്യ നിർവഹണത്തിൻ്റെ ഭാഗമായി വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതിലും ഈ കൺവെൻഷൻ സംഘാടകരെയൊക്കെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കൺവെൻഷൻ്റെ വചന കേൾവി വർഷത്തിൽ ഒരിക്കൽ കൂടുന്നതാണ്. എന്നാൽ ഈ ഒരു ഓൺഗോയിങ് പ്രോസസ്സ്, ഈ ഒരു ദൗത്യ നിർവഹണം എന്ന് പറയുന്നത് മാമലക്കണ്ട മിഷനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം,
അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ മലയോര മിഷനെ സപ്പോർട്ട് ചെയ്യുന്ന അവിടുത്തെ സുവിശേഷന്മാരെ കാണുന്നതായിരിക്കാം, ആ പ്രദേശങ്ങളിൽ പോയി അവരുടെ ജനങ്ങളുമായിട്ടൊക്കെ സംവാദിക്കുന്നതായിരിക്കാം, അവരോട് താതാത്മ്യപ്പെടുന്നതായിരിക്കാം. ഇതൊക്കെ തുടർച്ചയായ ഒരു പ്രക്രിയയാണ്. അതൊരു കൺവെൻഷൻ ആരംഭിച്ച് അവസാനിപ്പിച്ച് നമ്മൾ സംതൃപ്തരായി പോകുക എന്നുള്ളതല്ല. അതിലുപരിയായി കൺവെൻഷൻ വചനം കേട്ടതിൻ്റെ ഫലമായി ഈ വചനത്തിൻ്റെ ദൃശ്യഭാവം, വചനം ജഡമായി തീർന്നതൊക്കെ പറയുന്നത് നന്മ ചെയ്യുമ്പോഴാണ് വചനം ജഡമായി തീരുന്നത്, ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ. ആ വിധത്തിലൊക്കെ ഈ കൺവെൻഷൻ്റെ ചുമതലക്കാർ ശ്രദ്ധിക്കുന്നു. ഇവരുടെ വിശ്വാസ സമൂഹം അക്കാര്യങ്ങളൊക്കെ സഹകരിക്കുന്നു എന്നതിൽ നിങ്ങളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇവിടെ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള നല്ല ഗായക സംഘത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ നാളുകളൊക്കെ കൺവെൻഷൻ്റെ നാളുകളാണ്. ഇന്നും കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൻ്റെ മല്ലപ്പള്ളി കൺവെൻഷൻ പോലെ വലുതല്ല, അത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന 7 ദിവസമാണ്, മറ്റേ 4 ദിവസമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ദൈർഘ്യം കൊണ്ടൊരു വെച്ച് കൺവെൻഷൻ വേണമെങ്കിൽ പറയാം, അല്ലേ? ഇത് ഒരാഴ്ച മൊത്തം നീണ്ടു നിൽക്കുന്ന കൺവെൻഷനാണ്. കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൻ്റെ കൺവെൻഷൻ ഇന്ന് സമാപിച്ചു. മറ്റ് പലയിടങ്ങളിലും ഭദ്രാസന കൺവെൻഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചുറ്റുപാടുകളിലൊക്കെ തന്നെ പല ഇടവുകളുടെ കൺവെൻഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൺവെൻഷൻ ഇന്ന് വളരെ സാധാരണയായി ക്രമീകരിച്ചു വരികയാണ്. ധാരാളം കൺവെൻഷനുകൾ ഓൺലൈനിലൊക്കെ ഇരുന്ന് കാണാൻ അവസരം കിട്ടും. ഒരു പ്രസംഗം നിർത്തി അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ വേണമെങ്കിൽ അടുത്ത പ്രസംഗം കേൾക്കാം, അത് നിർത്തി അല്ലെങ്കിൽ അടുത്തത് കാണാം. വൈകുന്നേരം വരെ കണ്ടുകൊണ്ടിരിക്കുക, ഒന്നും തൊട്ട് മനസ്സിൽ പതിയത്തില്ല. കണ്ടാസ്വദിക്കും, കേട്ടാസ്വദിക്കും, അത് കഴിയുമ്പോൾ അടുത്തതിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യും. എന്നാൽ അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ധാരാളം ഉള്ളപ്പോൾ ഇത്രയും പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ കൺവെൻഷൻ പന്തലിൽ ഇവിടെ വന്ന് ഈ കൺവെൻഷൻ പ്രസംഗം കേൾക്കാനൊക്കെ താല്പര്യം കാണിക്കുന്നു എന്നുള്ളതിലും നിങ്ങളെയൊക്കെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഒരു പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. പുതിയ വർഷമൊക്കെ എല്ലാവർക്കും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു വർഷം 2024 നമ്മളിന്ന് കടന്നു, ധാരാളം അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി. വളരെ സങ്കീർണമായ പ്രയാസങ്ങൾ, വേദനാജനകങ്ങളായ അനുഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ 2025 പ്രവേശിക്കുമ്പോൾ ആശങ്കയ്ക്ക് വഴിയുണ്ടോ? നമ്മൾ ഭയപ്പെടേണ്ടതായിട്ട് കാര്യമുണ്ടോ? 24 അവസാനിപ്പിച്ചപ്പോൾ ക്രിസ്മസിന്റെ വലിയ സദ്വർത്തമാനം എന്ന് പറയുന്നത് ഭയപ്പെടേണ്ട 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 എന്നുള്ളതാണ്. 2 കാരണങ്ങൾ അതിന് പറഞ്ഞിരിക്കുന്നത്. ഒരു രക്ഷകൻ നമുക്കുണ്ട്, there is a savior who redeems us. ഒരു ദൈവം ഇമ്മാനുവേലായി നമ്മോട് കൂടെയുണ്ട്. ആ ഒരു വലിയ സദ്വർത്താനത്തോടു കൂടിയാണ് നമ്മൾ 2025 പ്രവേശിക്കുന്നത്. 2025 നമുക്ക് ആശങ്കയ്ക്ക് വഴിയില്ല. നമുക്ക് വളരെ ശുഭപ്രതീക്ഷയാണ്. ചുമ്മാതൊക്കെ പലരും അവിടെ ഇവിടെയൊക്കെ പറയും, കെട്ട കാലം, അല്ലാത്ത കാലം, വല്ലാത്ത കാലം, അങ്ങനെയൊന്നും ഈ കാലത്തെ പറയണ്ട. നല്ലത് ധാരാളമുണ്ട്, നന്മ ധാരാളമുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നന്മ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 2025 പുതിയ വർഷമൊക്കെ നമ്മൾ ആരംഭിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ ഈ വർഷം നമുക്ക് വളരെ ശുഭമായിരിക്കട്ടെ നമ്മൾ ആഗ്രഹിക്കുകയും ഒരു പോസിറ്റീവ് നോട്ടോടുകൂടെ തന്നെ നമ്മൾ ആഗ്രഹിക്കാം. ആശങ്കപ്പെടേണ്ട വഴിയില്ല. പുതിയ വർഷത്തെക്കുറിച്ച് നമുക്ക് ചിലപ്പോൾ എന്താണെന്ന് നമുക്ക് ആർക്കും മനസ്സിലൊരു ചിന്തയും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ഒരു ഉറപ്പ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. എന്താണ് ഈ ഭാവി നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ 2025 നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് നമുക്കറിയില്ല. പക്ഷേ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ഈ വർഷം നമുക്ക് വളരെ ശുഭമായിരിക്കും. ആ ഉറപ്പ് ഈ ഭാവിയെ നിയന്ത്രിക്കുന്ന ആരാണെന്നുള്ളൊരു ഉറപ്പാണ്. ആ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ഭയപ്പെടേണ്ടതില്ല. സൃഷ്ടാവായ ദൈവം, നാം വിശ്വസിക്കുന്ന സത്യദൈവമാണ് ഈ ഭാവിയെ മൊത്തം നിയന്ത്രിക്കുന്നത്. 2025 നിയന്ത്രിക്കുന്നത്. ഹൂ ഹോൾഡ്സ് ദ ഫ്യൂച്ചർ? ആരാണ് ഭാവിയെ നിയന്ത്രിക്കുന്നത്? ദൈവമാണെന്നുള്ള ഉറപ്പോടുകൂടി പുതിയ വർഷം പ്രവേശിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു പൈതല് ഈ അർദ്ധരാത്രിയിൽ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പൈതലിനോട് ആവശ്യപ്പെട്ടാൽ, തനി ഇറങ്ങാൻ പറഞ്ഞാൽ ഈ മോളിറങ്ങുമോ? രാത്രിയിൽ അങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞാൽ, ആരും ഇല്ലാതെ കൂടെ ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങുമോ? ഇറങ്ങിയില്ല. എന്നാൽ അവളുടെ മമ്മി ഈ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞാനിവിടെ കൂടെ വരാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവൾ രാത്രിയാണെങ്കിൽ പോലും ആ അർദ്ധരാത്രിയിൽ മുറ്റത്തോട്ട് ഇറങ്ങും. കാരണം എന്താ? അവളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന, അവളെ സ്നേഹിക്കുന്ന, അവളെ കരുതുന്ന, അവളെ സ്നേഹിക്കുന്ന അവളുടെ മമ്മിയാണ് പിടിച്ചിരിക്കുന്നത്. പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ആ ഉറപ്പുണ്ടായിരിക്കട്ടെ. ആരെയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്? ആരാണ് നമ്മെ പിടിച്ചിരിക്കുന്നത്? നാം വിശ്വസിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നാം പിടിച്ചിരിക്കുന്ന ഉറപ്പോടുകൂടി പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു കൺവിക്ഷനാണ് നമുക്ക് ആവശ്യം. 2025 പ്രവേശിക്കുമ്പോൾ ഈ ഒരു കൺവിക്ഷൻ നമുക്കുണ്ടാകുക. വിശുദ്ധ പൗലോസ് തിമോഥെയോസിന്റെ ലേഖനത്തിലൊരു വാക്യം നമുക്ക് വളരെ പ്രോത്സാഹജനകമാണ്, നമുക്ക് വളരെ പ്രചോദനപ്രദമാണ്.
പ്രകാരമാണ് വായിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ മതിയായവൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. ഈ ഉറപ്പിന് വേണ്ടിയാണ് നമ്മൾ കൺവെൻഷന് കൂടുന്നത്. ഈ ഉറപ്പ് നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പരിപാടികൾ ധാരാളമുണ്ട്. എന്നാൽ വ്യക്തിപരമായി നമ്മളുടെ ഒരു ഉറപ്പുണ്ടെങ്കിൽ, ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, വചന കേൾവിയിലൂടെയൊക്കെ നമ്മളിലേക്ക് പകരപ്പെടേണ്ടത് ഈ സത്യ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം, ഉറച്ച വിശ്വാസം. ആ ഒരു വിശ്വാസത്തോടുകൂടി പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കൃപ